ശരി ശരി. സിബിച്ച, കിടങ്ങറ ശേഖരനെ അടുക്കുന്ന മട്ടില്ല. MLA ഒന്ന് പറഞ്ഞേക്കണം. അത് ഞാൻ സൂചിപ്പിച്ചോളാം. പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാ അവന്റെ കാര്യം തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഗതി നീ മുന്നിൽ നിന്ന് നയിച്ചാലേ നടക്കത്തുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ചേട്ടാ, കോടതിയുടെ റിക്കവറി നോട്ടീസ് പതിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞു. അതിന് ചേട്ടൻ ഇപ്പോഴും ഈ കെട്ടിടം ഒഴിയാൻ തയ്യാറായിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഒഴിയാന്ന് സമ്മതിച്ച് ലെറ്റർ തന്നിട്ടുണ്ട്. ചുറ്റുവട്ടത്തുള്ളവർ ഒഴിഞ്ഞാലും ഈ സിബിച്ചൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതല്ലേലും അങ്ങനെ തന്നെ ആണല്ലോ. നിങ്ങളുടെ കടയിലെ സാധനങ്ങൾ മാറ്റിയിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്ത് കീതാ. അതെ, 50 വർഷമായിട്ട് എന്റെ അപ്പൂപ്പന്മാരായിട്ട് നടത്തുന്ന കടയത്. എന്റെ അപ്പൂപ്പൻ സക്കറിയായിട്ട് തുടങ്ങിയതാ ഈ കവലയിലെ മിക്ക കടകളും. ഈ കടയ്ക്ക് പൂട്ടിടണമെങ്കിലേ എന്റെ അപ്പൻ ലോനപ്പൻ കല്ലറയെന്ന് എഴുന്നേറ്റ് വരണം. എങ്കിലേ ഇത് പൂട്ടാൻ പറ്റൂ. ഷാജി, ഈ കടയിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി ആയത്. എന്തായി കാണിക്കുന്നേ? എന്തിനാ മനുഷ്യരായിട്ട് തല്ലുന്നേ? ഒഴിപ്പിക്കാൻ വന്നേ സിബിച്ചന്റെ കടയിൽ. ഒഴിപ്പിക്കാൻ വന്നാണെങ്കിലേ അത് എന്തിനാണെന്ന് തട്ടാശ്ശേരിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. കൊച്ചേ, നീ പോ, തുണി പറ്റിയിട്ട് കാര്യങ്ങൾ നടത്താൻ നോക്ക്. അല്ലാതെ കെട്ടിടം പൊളിക്കാൻ നിൽക്കാതെ. സിബിച്ച, ഈ കെട്ടിടം പൊളിക്കുന്ന എന്തിനാ പാലം വരുന്നത്? ഞാൻ ജനിച്ചു വളർന്ന ശേഷം എത്ര ദുരന്തങ്ങൾ ഇവിടെ കണ്ടു. നിങ്ങൾ എത്രയോ കണ്ടു. 2018 എത്ര പേര് പോയി, എത്ര കുട്ടികൾ അനാഥരായി. എല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഇതെല്ലാം നമ്മൾ നേരിട്ട് അനുഭവിച്ചതല്ലേ. നിങ്ങളുടെ പാർട്ടിക്കാർക്കും കുടുംബമുള്ളതല്ലേ. പാലം വരുന്നു പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അന്ന് ജാതിയും മതവും കൊടിയുടെ നിറമൊന്നും നോക്കാതെ കുറെ എണ്ണം ഒഴുകി പോയില്ലേ? ഇവിടെ ഒരു പാലം വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. അന്ന് മഴയത്ത് നിറവേറോടെ വള്ളത്തിൽ പോയ ശോഭന്റെ നിങ്ങക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയോ? ഒഴുക്കിൽ പെട്ട് പോയില്ലേ? നമ്മൾ എല്ലാരും അത് കണ്ടു നിന്നില്ലേ? നിങ്ങൾ പറ, നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞതല്ലേ? ഈ നിൽക്കുന്ന ആരെങ്കിലും പറ, അമ്മമാര് പറ. എന്റെ കൂടെ ഒരുമിച്ച് കളിച്ചും പഠിച്ചും നടന്നതാ ശിവപ്രിയ. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ കാരണം എന്താ? ഇവിടെ ഒരു പാലം ഇല്ലാത്തതല്ലേ? ഈ പാലം വേണമെന്ന് പറഞ്ഞ് കൊടിയും കുത്തി ഭ്രാന്ത് പിടിച്ച പോലെ നടന്നതല്ലേ നമ്മളെല്ലാരും? നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ആരെങ്കിലും ഈ പാലത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയോ? നീ ആരാണ് ഇതൊക്കെ ചോദിക്കാൻ? ഞങ്ങളുടെ പാർട്ടിക്കാരെ ചോദ്യം ചെയ്തോണ്ടല്ലോ ഞങ്ങളെ നോക്കി നിൽക്കില്ല. കൂടുതൽ വെള്ളത്തിലേക്ക് നിൽക്കല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, തട്ടാശ്ശേരിയിൽ പാലം വന്നേ പറ്റൂ. സ്കൂളിൽ പോകുന്ന കുട്ടികളെ വള്ളത്തിൽ കയറിയാ പോകുന്നേ. അവര് തിരിച്ചു വരും വരെ മനസ്സിലെ തീയുമായ ഓരോ അമ്മമാരും ജീവിക്കുന്നേ. ഒരു മഴയോ കാറ്റോ വന്നാ അവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് ഇവിടെ പാലം വരണം, വന്നേ പറ്റൂ. കോടതി ഉത്തരവല്ലേ കൈയിരിക്കുന്നേ? വാ പോട്ടാ. ഇയാൾ ഒറ്റയൊരുത്തം കാരണമാണ് ഇവിടെ പാലം വരാത്ത. കഴിഞ്ഞ പ്രളയത്തില് ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്നറിയാവോ? അമ്മമാരെ നടക്ക്, വാ മാറങ്ങോട്ട്.